എല്ലാം കൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ നന്മ എന്താ? ഭഗവാനെ കുറിച്ച് കേൾക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും പറയുന്ന ഒരു ശ്ലോകം, നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. നിത്യം ഭാഗവത സേവയാ. നിത്യവും ഭാഗവത സേവനം ചെയ്യണമെന്നാണ്. എന്താണ് ഭാഗവത സേവനം? ആചാര്യന്മാർ പറയുന്നു, ഭാഗവതം രണ്ട് രീതിയിലുണ്ട്. ഗ്രന്ഥഭാഗവതം, ഭക്തഭാഗവതം. ഏതൊക്കെയാ? ഒന്ന് ഗ്രന്ഥരൂപത്തിലും ഒന്ന് ഭക്തരൂപത്തിലും. ഈ രണ്ട് ഭാഗവതരെയും നമ്മൾ സേവനം ചെയ്യണം. ഗ്രന്ഥരൂപത്തിലുള്ള ഭാഗവത്തെ ശ്രവിക്കുകയും പഠിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യണം. അതുകൂടാതെ ആ ഭാഗവത തത്വങ്ങളെ ആചരിച്ച് ജീവിക്കുന്നവരെ ഭാഗവതർ എന്ന് പറയാം, പരിശുദ്ധ ഭക്തരെ. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരുടെ സേവനം ചെയ്യുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ഹൃദയന്തസ്തോ ഹി അഭദ്രാണി, എല്ലാം നഷ്ടപ്രായേഷു അഭദ്രേഷു, എല്ലാ അഭദ്രങ്ങളും നശിച്ച് ഭക്തിർ ഭവതി നൈഷ്ഠികി, നമ്മൾ ഭക്തി, നമ്മുടെ ഉള്ളിൽ നിഷ്ഠയുള്ള ഭക്തി, ഉറച്ച ഭക്തി നമ്മുടെ ഉള്ളിൽ വരും. എങ്ങനെ ചെയ്യുമ്പോ? എന്ത് ചെയ്യുമ്പോ? നിത്യം ഭാഗവത സേവ. നിത്യവും ഭാഗവത സേവ ചെയ്തു കഴിഞ്ഞാൽ, ഭാഗവത പഠനം, അധ്യയനം, പിന്നെ ആ ഭാഗവത തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഭക്തരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ എന്തു പറ്റും? ഭക്തിർ ഭവതി നൈഷ്ഠികി, ഉറച്ച ഭക്തി ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ നഷ്ടപ്പെട്ട് എന്തു പറ്റും? ഏവം പ്രസന്ന മനസ്സോ. കേട്ടോ, ഞാൻ എപ്പോഴും സത്സംഗത്തിൽ പറയാറില്ലേ, ചിരിക്കുന്നുണ്ടെങ്കിൽ ഭക്തിയുണ്ട്, ചിരിച്ചില്ലെങ്കിൽ മായ കയറി. അവിടാണ് പറയുന്നത്. ഏവം പ്രസന്ന മനസ്സോ ഭക്തിർ ഭവതി നൈഷ്ഠികി. ഭക്തി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പ്രസന്ന മനസ്സോ. ഭക്തി വന്നു കഴിഞ്ഞാൽ ഉടനെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. കാരണം എന്താ? ഭഗവാൻ എപ്പോഴും എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അർജുൻ പറയും, ഭഗവാനെ എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യം. ഭഗവാൻ ഉടനെ ചിരിക്കും. ഭഗവാനെ ബ്രഹ്മാസ്ത്രം വരുന്നു, ഭഗവാൻ ഉടനെ ചിരിക്കും. എന്ത് പറഞ്ഞാലും ചിരിയാണ്. പക്ഷെ ആ ചിരി ചുമ്മാ ഉള്ള ചിരിയല്ല, എല്ലാം അറിഞ്ഞ് അതിന്റെ സൊല്യൂഷനും കണ്ടെത്തിയിട്ടുള്ള ചിരിയാണ്. അതാണ് ഓരോ ചിരിക്കും ഓരോ പ്രത്യേകത ഉണ്ടെന്നുള്ളതാണ്. ശകുനി വന്നിട്ട് ഭഗവാനെ ഇങ്ങനെ പോക്കുമ്പോ ഭഗവാൻ ഒരു ചിരി, ആ ചിരിക്ക് ഒരു അർത്ഥമുണ്ട്. ഭക്തരെ നോക്കി കാരുണ്യത്തോടു കൂടിയുള്ള ചിരി, കളിയാക്കിയ ഒരു ചിരി, പുച്ഛിച്ചുള്ള ചിരി, ഏതൊക്കെ രീതി ഭഗവാൻ ചിരിക്കുമെന്നറിയാം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന് പറഞ്ഞൊരു ചിരി. ദേവേന്ദ്രൻ ശക്തമായിട്ട് മഴ പെയ്ത് ദേവേന്ദ്രനെ നോക്കിയൊരു ചിരി. മഹാബലി ചക്രവർത്തി, ത്രിലോകങ്ങളുടെയും ചക്രവർത്തി ഞാനാണെന്ന് പറഞ്ഞപ്പോഴും ഭഗവാൻ ചിരി. എപ്പോഴാണ് ഭഗവാൻ ചിരിക്കാത്തത്? എപ്പോഴും ചിരിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അദ്ദേഹമാണെങ്കിൽ നമ്മൾ ചിരിക്കാതിരിക്കുവോ? നേരത്തെ മുല്ലപ്പൂവിന്റെ കാര്യം പറഞ്ഞതുപോലെ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കുവോ? ഇല്ല. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? എപ്പോഴും ചിരിച്ചായിരിക്കും. ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെ ഇരിക്കും? ഏവം പ്രസന്ന മനസ്സോ, മനസ്സ് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഭഗവത് ഭക്തിയോഗത, ഭക്തിയോഗത്തിൽ മുങ്ങി ഇങ്ങനെ കിടക്കും. പ്രസന്ന മനസ്സായിട്ട് ഭഗവത് തത്വവിജ്ഞാനം, ആ അവസ്ഥയിൽ ഭഗവാന്റെ എല്ലാ സത്യങ്ങളും, ഭഗവത് തത്വവിജ്ഞാനം, അതിനെക്കുറിച്ചുള്ള സാക്ഷാത്കാരം നമുക്ക് ലഭിക്കും. എന്നിട്ടെന്താ? മുക്തസംഗസ്യ ജായത, എല്ലാ കെട്ടുകളിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. ഇതാണ് പ്രോസസ്. പിന്നെന്ത് പറ്റും? ഭിദ്യതേ ഹൃദയ ഗ്രന്ഥിസ്, ഉള്ളിലുള്ള എല്ലാ അറ്റാച്ച്മെന്റും ടക് 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 ആയിട്ട് പൊട്ടും. ഭഗവാനുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയ